കേവലം 17-ാം വയസ്സിൽ ബിസിനസ് ലോകത്തേക്ക് കടന്നുവന്ന് ഒരു ചായക്കടയിൽ നിന്ന് രാജ്യമറിയുന്ന ബ്രാൻഡിലേക്ക് വളർന്ന് ഒടുവിൽ വിജയത്തിന്റെ കൊടുമുടിയിൽ നിൽക്കെ എല്ലാം ഉപേക്ഷിച്ച് ആത്മീയതയിലേക്ക് വഴിമാറിയ അപൂർവ പ്രതിഭ. 2 ദിവസം മുൻപ് രാജസ്ഥാനിലെ ദൗസയിൽ ജീവനൊടുക്കിയ രോഹിത് ശർമ്മയെ സുഹൃത്തുക്കളും ബിസിനസ് ലോകവും ഓർത്തെടുക്കുന്നത് ഇങ്ങനെയാണ്. സാഖേത് കോളനിയിലെ വസതിയിൽ വെച്ച് 30-ാം വയസ്സിൽ രോഹിത് സ്വയം ജീവിതം അവസാനിപ്പിച്ച വാർത്ത വിശ്വസിക്കാൻ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവർക്ക് ആർക്കും തന്നെ കഴിഞ്ഞിട്ടില്ല. നഴ്സിംഗ് വിദ്യാർത്ഥിയായിരിക്കെ രോഹിത് സംരംഭകത്തിലേക്ക് കാലെടുത്തു വയ്ക്കുകയായിരുന്നു. എന്നാൽ തുടക്കം അത്ര എളുപ്പമായിരുന്നില്ല. കുടുംബ ബിസിനസ്സുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങൾ കാരണം കൗമാരപ്രായത്തിൽ തന്നെ വലിയ സാമ്പത്തിക നഷ്ടവും പ്രതിസന്ധികളും രോഹിത്തിന് നേരിടേണ്ടി വന്നു. എന്നാൽ പരാജയങ്ങളിൽ തളരാൻ അദ്ദേഹം തയ്യാറായില്ല. തുടർന്ന് ജയ്പൂരിലേക്ക് വണ്ടി കയറിയ രോഹിത് ചായവാലാസ് എന്ന പേരിൽ സ്വന്തമായി ഒരു ചായക്കട തുടങ്ങി. ജയ്പൂരിലെ മൻസരോവറിലുള്ള ഷിപ്ര പാത്തിൽ ആരംഭിച്ച ചെറിയൊരു സംരംഭം വളരെ വേഗത്തിലാണ് വിജയകഥയായി മാറിയത്. വിപണിയിലെ വിടവുകൾ മനസ്സിലാക്കി അദ്ദേഹം ചായക്കടയെ ഒരു ആധുനിക ബ്രാൻഡാക്കി മാറ്റി. രാജസ്ഥാനിലെ പ്രധാന നഗരങ്ങളിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമായി 7 കൂറ്റൻ ഔട്ട്ലെറ്റുകളാണ് ചുരുങ്ങിയ കാലയളവിൽ ചായവാലാസ് ശൃംഖലയ്ക്ക് കീഴിൽ തുറക്കപ്പെട്ടത്. ഭക്ഷണപാനീയ രംഗത്തെ മികച്ച മുന്നേറ്റത്തിന് അന്നത്തെ രാജസ്ഥാൻ ഗവർണർ കൽരാജ് മിശ്രയിൽ നിന്ന് ഇന്നവേറ്റീവ് സ്റ്റാർട്ടപ്പ് ഓഫ് ദ ഇയർ പുരസ്കാരം ഉൾപ്പെടെ 21ഓളം അംഗീകാരങ്ങൾ രോഹിത്തിനെ തേടിയെത്തി. ബിസിനസിന് പുറമെ അറിയപ്പെടുന്ന ഒരു മോട്ടിവേഷണൽ സ്പീക്കർ കൂടിയായിരുന്നു അദ്ദേഹം. സ്വന്തം നാട്ടിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സാമൂഹിക സേവനങ്ങളിലും രോഹിത് എപ്പോഴും മുന്നിലുണ്ടായിരുന്നു. പത്രമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും യുവ സംരംഭകർക്ക് വലിയൊരു പ്രചോദനമായി രോഹിത്തിന്റെ കഥകൾ നിറഞ്ഞു നിന്നു. എന്നാൽ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് മരണത്തിന് ഏകദേശം 6 മാസം മുൻപ് രോഹിത് തന്റെ ബിസിനസ് സാമ്രാജ്യം പൂർണ്ണമായും അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. ഏറെ പ്രശസ്തിയും ലാഭവും തന്ന 7 ചായവാലാസ് ഔട്ട്ലെറ്റുകളും അദ്ദേഹം പൂട്ടി. കോർപ്പറേറ്റ് ലോകത്തെ പണത്തോടും പ്രശസ്തിയോടുമുള്ള ഓട്ടം നിർത്തി അദ്ദേഹം ആത്മീയതയുടെ ലോകത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കാനും ജീവിതത്തിന്റെ അർത്ഥം തേടാനുമായിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ സമയം. ഇതിനിടയിൽ തൽസ്ലുക സുഖിതം, ദി ആർട്ട് ഓഫ് ലിവിംഗ്, വിരഹ് ദി ആർട്ട് ഓഫ് ലേറ്റിംഗ് എന്നീ 2 പുസ്തകങ്ങളും അദ്ദേഹം രചിച്ചു. സ്നേഹം, ശാന്തി, വിട്ടുകൊടുക്കൽ എന്നിവയെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പിന്നീട് പങ്കുവയ്ക്കപ്പെട്ടത്. ദൗസ സ്വദേശിയായ രോഹിത്തിന്റെ പിതാവ് ഹിതേന്ദ്ര മോഹൻ ശർമ്മ മെഡിക്കൽ സ്റ്റോർ ഉടമയാണ്. ഭാര്യ സ്വകാര്യ സ്കൂൾ അധ്യാപികയാണ്. 7 വയസ്സുള്ള മകനെയും ഭാര്യയെയും തനിച്ചാക്കിയാണ് രോഹിത് മടങ്ങിയത്. കഴിഞ്ഞ 4-5 മാസങ്ങളായി രോഹിത് ശർമ്മ കടുത്ത വിഷാദ രോഗത്തിന് ഇരയായിരുന്നുവെന്നും ഇതിനായി വൈദ്യചികിത്സ തേടുകയും മരുന്നുകൾ കഴിക്കുകയും ചെയ്തിരുന്നുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയെങ്കിലും അദ്ദേഹം എന്തിന് ഈ തീരുമാനമെടുത്തു എന്നതിന് ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സാമ്പത്തിക ഭദ്രതയും പ്രശസ്തിയും ആത്മീയശാന്തിയും ഒരുപോലെ തേടിയ ഒരു ചെറുപ്പക്കാരൻ എന്തിനാണ് സ്വന്തം ജീവിതം അവസാനിപ്പിച്ചത് എന്ന ചോദ്യത്തിന് മുന്നിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്.